മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട്. ഹലോ, നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സുപ്രധാനമായ വീഡിയോ ആണ്. കംപ്ലീറ്റ് കാണണം. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പലരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. മ്യൂച്വൽ ഫണ്ട് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതെല്ലാം ഇതിനെക്കുറിച്ച് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം സംസാരിക്കുന്നതല്ല, ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടാണ് 100 രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിന്, അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 150, ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതുപോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ ചേഞ്ച് ആകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇന്നൊരു റേറ്റ്, മ്യൂച്വൽ ഫണ്ട് റേറ്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് അത് ചേഞ്ച് ആകുന്നത്, അതെങ്ങനെയാണ് ചേഞ്ച് ആകുന്നത്? അതേമാതിരി ഒരു മ്യൂച്വൽ ഫണ്ടിന് വാല്യൂ കാണുന്നത്, അതിൻ്റെ പ്രൈസിങ്, അതായത് ഇത്ര രൂപയാണ് ഒരു യൂണിറ്റിന് എന്നുള്ളത് കാണുന്നത് എങ്ങനെയാണത് അവർ നമ്മളോട് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ റേറ്റ് നമ്മൾ അറിയുന്നത്, റേറ്റ് എങ്ങനെയാണത് ആ റേറ്റിൽ എത്തുന്നത്? ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വിശദമായിട്ടുള്ള വീഡിയോ ആണ്. കംപ്ലീറ്റ് കാണണം. ഇതിൽ മറ്റൊരുപാട് കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൈസിങ്, നമ്മളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, നമുക്ക് തോന്നിയ പോലെ അതിന് വന്നിട്ടൊരു 500 ഇരിക്കട്ടെ അല്ലെങ്കിൽ 200 ഇരിക്കട്ടെ എന്നുള്ള രൂപത്തിലായിരിക്കില്ലല്ലോ അതിനുള്ളത്. ഇതിന് കൃത്യമായ അതിൻ്റെ മൂല്യം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ റേറ്റുകൾ വരാം. അപ്പോൾ ഈ ഒരു രീതി എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എത്ര യൂണിറ്റ് ആണ്, അതിനെന്താണ് ആ യൂണിറ്റിൻ്റെ പ്രൈസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി NAV എന്ന് കേട്ടിട്ടുണ്ടാവും. നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് NAV എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. നെറ്റ് അസറ്റ് വാല്യൂ എന്താണ്? നെറ്റ് അസറ്റ് വാല്യൂ, ഈ നെറ്റ് അസറ്റ് വാല്യൂ ആണ് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പറയുന്ന പ്രൈസ്, അതായത് റേറ്റ്, അതായത് ഒരു യൂണിറ്റിന് എത്രയാണെന്ന് പറയുന്നതാണ് NAV, നെറ്റ് അസറ്റ് വാല്യൂ. ആ അസറ്റിൻ്റെ നമ്മൾ വാങ്ങിക്കുന്ന, ബൈ ചെയ്യുന്ന ആ ഒരു അസറ്റിൻ്റെ, മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ ആണ് NAV എന്ന് ഷോർട്ട് ഫോമിൽ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടിൻ്റെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു NAV വെച്ചിട്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലാക്കി തരാം. ഇപ്പോൾ നമുക്കുള്ളത് ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മൊത്തം വാല്യൂ വരും. പിന്നെ അതിൻ്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചാർജുകൾ, കാര്യങ്ങളൊക്കെ കുറച്ച് ബാധ്യതകൾ അല്ലെങ്കിൽ ലയബിലിറ്റികൾ വരും. പിന്നെ എത്ര യൂണിറ്റ്, ഇത് മൂന്നും വെച്ചാണ് നമ്മൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് പ്രൈസ് കാണുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ NAVൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, NAVയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു മ്യൂച്വൽ ഫണ്ടിന് ഒരു എക്സാമ്പിളിന് ടോട്ടൽ അസറ്റ് ഒരു 1 crore ഉണ്ട് കരുതുക. ഓക്കെ, 1 crore അസറ്റ് ഉണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വെച്ചിൽ. 1 crore അസറ്റ് ഉണ്ട്. അതിൻ്റെ ലയബിലിറ്റി ബാധ്യതകൾ ടോട്ടൽ ബാധ്യത ഒരു 5 lakhs ഉണ്ടായിരുന്നു. 5 lakh. 1 crore അസറ്റ്, 5 lakh ലയബിലിറ്റി. ടോട്ടൽ യൂണിറ്റ്, എത്ര യൂണിറ്റ് ആണ് ഈ മ്യൂച്വൽ ഫണ്ട് ഉള്ളത് വെച്ചെങ്കിൽ അത് 5 ലക്ഷം തന്നെ ഇരിക്കട്ടെ, 5 lakhs തന്നെ ഇരിക്കട്ടെ. യൂണിറ്റ്സ് 5 lakhs തന്നെ. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ് വരുന്നത് 1 crore, 5 lakhs ലയബിലിറ്റി, 5 lakhs യൂണിറ്റുകളാണ് നമ്മുടെ ഈ മാർക്കറ്റിലേക്ക് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ വരുന്നത്, 5 lakhs. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് കാണുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അസറ്റിൽ നിന്ന് ലയബിലിറ്റി മൈനസ് ചെയ്യും. 1 crore മൈനസ് 5 lakhs. 1 crore നമ്മൾ 5 lakhs മൈനസ് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര വരിക?
എത്ര വരെ 1 crore 5 പോയി കഴിഞ്ഞാൽ 95 lakhs വരും. 95 lakhs ആണ് വരിക നമുക്ക് ഈ ഒരു ലയബിലിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എമൗണ്ട് വരുന്നത്. പിന്നെന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഇത് ഡിവൈഡഡ് ബൈ നമ്മുടെ 5 lakhs യൂണിറ്റ്. മനസ്സിലായോ? ഇപ്പോൾ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസറ്റ് നിന്ന് ലയബിലിറ്റി മൈനസ് ചെയ്തു. അസറ്റ് നിന്ന് 1 crore, ലയബിലിറ്റി 5 lakhs മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 95 ലക്ഷമാണ് വരിക. 95 ലക്ഷത്തിന് എന്ത് ചെയ്യണം, എത്ര യൂണിറ്റ് ആണ് ടോട്ടൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് 19 എന്നാണ്. 19 രൂപയാണ് കിട്ടുക. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഒരു യൂണിറ്റിന്റെ പ്രൈസ്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൈസ് എങ്ങനെയാണ് കാണുന്നത്, അതിന് ഇതാണ് NAV. അതിൻ്റെ നമ്മുടെ ഒരു ഇക്വേഷനാണ്, അതായത് നമ്മളിത് കാണേണ്ട രീതിയാണ് പറയുന്നത്. അസറ്റ് മൈനസ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ യൂണിറ്റ്. ഇതാണ് ഈ ഒരു പിന്നെ ഒരു യൂണിറ്റിന്റെ പ്രൈസ് കാണുന്നത്. ഈ യൂണിറ്റാണ് മാർക്കറ്റിൽ നമ്മൾ ഒരു പിന്നെ ഇത് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന് ഈ റേറ്റ് എന്ന് പറഞ്ഞിട്ട് തരാം. ഓക്കെ, ഇനി ഇതിൽ വ്യത്യാസം വരും. ഇതെങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? NAV ഒരൊറ്റ ഫിക്സഡ് ആയിട്ട് നമ്മളൊരു പ്രാവശ്യം ഫസ്റ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതാണോ, അതോ അതിൽ ചേഞ്ചസ് വരുമോ? ആ ചേഞ്ചസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് പിന്നെ ചേഞ്ചസ് വരുന്നത്? ഇപ്പോൾ ഈ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ, ചേഞ്ചസ് വരുമ്പോൾ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ക്വാളിറ്റി ഇല്ലാത്ത മ്യൂച്വൽ ഫണ്ട് ആകുമോ? അല്ലെങ്കിൽ ഈ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അത് ക്വാളിറ്റി കൂടിയത്, അതായത് പ്രോഫിറ്റ് കൂടാൻ സാധ്യതയുള്ളത്, അത് ഗുണകരമായ മ്യൂച്വൽ ഫണ്ട് ആകും? അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും ഒരുപാടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഒരു വീഡിയോ ഇപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു, ഈ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഇതിനെക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാണ്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ഇരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ ബാക്കി നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. എനിവേ, ഈ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം. താങ്ക് യു.